ബിന്ദുവും കനകദുർഗയും നൽകിയ ഹർജി കോടതി പരിഗണിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ ശുദ്ധിക്രിയകൾ സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന കാര്യത്തിലടക്കം തീർപ്പ് കൽപ്പിക്കണമെന്ന് പ്രധാന ആവശ്യം ഹർജിയിൽ ഉന്നയിച്ചിരുന്നല്ലോ. ഇക്കാര്യങ്ങളിലൊക്കെ കോടതി എന്ത് തീർപ്പാണ് എടുത്തിട്ടുള്ളത്? ആ കാര്യങ്ങളിലേക്കൊന്നും ഇന്ന് കോടതി കടന്നിട്ടില്ല. അവരുടെ സുരക്ഷയൊരുക്കണമെന്ന പ്രാഥമികമായ പ്രധാനപ്പെട്ട ആവശ്യത്തെ അംഗീകരിക്കുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്തത്. ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം, അത് ഇപ്പോൾ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്നുള്ള നിലപാടാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. ഹർജി തീർപ്പാക്കിയിട്ടില്ല, പക്ഷേ അതവിടെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി 22-ാം തീയതി നേരത്തെ പരിഗണിക്കാൻ നിശ്ചയിച്ചിരുന്ന 50-ലധികം വരുന്ന പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഇനി വരിക. അത് 22-ന് പരിഗണിക്കില്ല, മറ്റൊരു ദിവസമായിരിക്കുമെന്ന് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അതിൻ്റെ കൂടെ ഈ കനകദുർഗയുടെയും ബിന്ദുവിൻ്റെയും ഹർജി ചേർത്ത് വെക്കുമോ എന്ന ഒരു സംശയം ബാക്കി നിന്നിരുന്നു. പക്ഷേ കനകദുർഗയ്ക്കും ബിന്ദുവിനും വേണ്ടി ഹാജരായ അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തി. അവർ പറഞ്ഞത് അങ്ങനെ ഈ ഹർജി മറ്റൊന്നിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ കോടതി ഉത്തരവിട്ടിട്ടില്ല. ഇപ്പോൾ സുരക്ഷ ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഉത്തരവിട്ടത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കോടതി അതിൽ ആവശ്യപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യത്തിൽ കൂടി നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ 51 ലിസ്റ്റ് QR സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള സ്ത്രീകളുടെ വിവരങ്ങളാണ്. 51 പേർ ശബരിമലയ്ക്കകത്ത് പ്രവേശിച്ചു എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ദർശനം നടത്തി അയ്യപ്പനെ കണ്ടു മടങ്ങി തുടങ്ങിയ വിവരങ്ങളെക്കുറിച്ച് കോടതിയിൽ അഭിഭാഷകർ വാക്കാൽ അത്തരം പരാമർശങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ആ സത്യവാങ്മൂലത്തിൻ്റെ സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന സത്യവാങ്മൂലത്തിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് അത് സംബന്ധിച്ച് വ്യക്തത വരിക. ഏതായാലും 7000-ലധികം പേർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന് ഇപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 51 പേർ ശബരിമലയിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെ അവകാശപ്പെടുകയാണ് അവർ ശബരിമലയിൽ ദർശനം നടത്തി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ മറ്റെന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് മന്ത്രി തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നതും നമ്മൾ കേട്ടു. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നിലപാടിൻ്റെ വലിയൊരു വിജയമായി അത് സർക്കാർ അവതരിപ്പിക്കുന്നു. പക്ഷേ സർക്കാരിൻ്റെ അവകാശവാദത്തെ തെറ്റാണ് എന്ന് ഭക്തർ വിളിക്കുന്നു. ഭക്തർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ അതിനെ ഇന്ന് കോടതിയിൽ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. ഏതായാലും ശബരിമല വിഷയം കൂടുതൽ സങ്കീർണമായ നിയമവശങ്ങളിലേക്കും പോരാട്ടങ്ങളിലേക്കും അതോടൊപ്പം രാഷ്ട്രീയ നീക്കങ്ങളിലേക്കും ഒക്കെ മാറുന്ന സാഹചര്യമാണ് സർക്കാരിൻ്റെ ഈ വെളിപ്പെടുത്തലോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. അരുൺ, റാഷിദ് ദില്ലിയിൽ നിന്ന്.